രക്ഷാപ്രവർത്തനം ഇപ്പോഴും നേപ്പാളിന്റെ വിവിധ ഭാഗങ്ങളിൽ പുരോഗമിക്കുകയാണ്. ഞാനിപ്പോൾ ഉള്ളത് നേപ്പാളിലെ ദേവിഘട്ട് എന്ന് പറയുന്ന പ്രദേശത്താണ്. എനിക്ക് പിന്നിലായിട്ട് ഒരു തകർന്ന പാലം നമുക്ക് കാണാൻ സാധിക്കും. ഇവിടെ ഉണ്ടായിരുന്ന മനുഷ്യർ അപ്പുറത്തേക്ക് മറുകരയിലേക്ക് കടക്കാനായിട്ട് ഉപയോഗിച്ചിരുന്ന ഒരു പ്രധാനപ്പെട്ട പാലമായിരുന്നു. ആ പാലത്തെ പൂർണ്ണമായും തൃശ്ശൂർ നദിയിലൂടെ ഒഴുകി വന്ന പ്രളയജലം തകർത്തെറിഞ്ഞിരിക്കുന്നു. അപ്പുറത്തെ കരയുമായി ബന്ധപ്പെടാൻ ഒരു സാഹചര്യവുമില്ലാത്ത ഒരു വഴിയുമില്ലാത്ത രീതിയിലേക്ക് ആ പാലം പൂർണ്ണമായും ഇല്ലാതായിരിക്കുകയാണ്. ഈ പാലത്തിന് താഴെ നമുക്ക് ചെറിയ ചെറിയ വീടുകൾ കാണാം. ഈ കരക്കപ്പുറത്തും നിരവധി വീടുകളുണ്ട്. അവിടേക്ക് പോകാനുള്ള ഏക മാർഗമായിരുന്നു ഈ പാലം എന്നുള്ളത്. ആ പാലം പൂർണ്ണമായും പ്രളയജലം തകർത്തെറിഞ്ഞിരിക്കുകയാണ്. അവിടെയുള്ള മനുഷ്യരെ ഇന്നലെ തന്നെ കുറേ ആളുകളെ അവിടെ നിന്ന് രക്ഷപ്പെടുത്തി ഹെലികോപ്റ്റർ മാർഗം സുരക്ഷിതമായിട്ടുള്ള ഇടങ്ങളിലേക്ക് മാറ്റിയിട്ടുണ്ട്. എന്നാൽ ഇപ്പോഴും ഇവിടെ ജീവിച്ചിരുന്ന നിരവധി മനുഷ്യരെ ഇപ്പോഴും കാണാനുണ്ടെന്നാണ് ഇവിടുത്തെ പ്രദേശവാസികൾ പറയുന്നത്. അതിനിടയിലാണ് വീണ്ടും ആശങ്കയുണ്ടാക്കിക്കൊണ്ട് വീണ്ടും പ്രളയജലം ഈ തൃശ്ശൂർ നദിയിലൂടെ വരികയാണ് എന്നുള്ള വിവരങ്ങൾ ഇവിടുത്തെ ജനങ്ങൾക്ക് ലഭിച്ചത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഇത്രയധികം ആളുകൾ ഇവിടെ തടിച്ചു കൂടിയിരിക്കുകയാണ്. എന്താണ് സംഭവിക്കുന്നത് എന്ന് ഇവിടെയുള്ള ആളുകൾക്ക് അറിയില്ല. പ്രളയജലം വരികയാണെങ്കിൽ ഇവിടെ നിന്ന് ഓടി രക്ഷപ്പെടാനും മറ്റുമൊക്കെയായിട്ട് ഒപ്പം രക്ഷാപ്രവർത്തനത്തിനും മറ്റുമൊക്കെയായിട്ട് എത്തിയ കുറേ ആളുകളുണ്ട്. നേപ്പാൾ റെസ്ക്യൂ ടീമിനെ നമുക്കിവിടെ കാണാൻ സാധിക്കും. ആംഡ് പോലീസിന്റെ ഒരു സംഘത്തെ ഇവിടെ വിന്യസിച്ചിട്ടുണ്ട്. ഒപ്പം ഇന്ത്യയിൽ നിന്ന് ഇവിടെ ട്രെയിനിങ്ങിന് വന്ന NDRFന്റെ സംഘം ഉൾപ്പെടെ ഇവിടെയുണ്ട്. ഇവരെല്ലാവരും കൂടിയാണ് ഇപ്പോൾ ഇവിടുത്തെ കാര്യങ്ങൾ നോക്കുന്നത്. ഏതെങ്കിലും അപകടാവസ്ഥ ഉണ്ടാവുകയാണെങ്കിൽ, അത്തരമൊരു സാഹചര്യം ഉണ്ടാവുകയാണെങ്കിൽ അതിനെ നേരിടാനായിട്ട് തയ്യാറായിരിക്കുകയാണ് എല്ലാവരും. ഈ നദി ഇനിയിപ്പോൾ എപ്പോഴാണ് കഴിഞ്ഞ ദിവസത്തിന് സമാനമായ രീതിയിൽ കൂടുതൽ വെള്ളവും ചെളിയുമൊക്കെ ആയിട്ട് ഈ പ്രദേശത്തേക്ക് എത്തുക എന്നുള്ളൊരാശങ്കയാണ് ഇവിടെയുള്ള ആളുകൾക്കുള്ളത്. അതുകൊണ്ട് തന്നെ വലിയ ഭീതിയുടെ ഒരു സാഹചര്യം തന്നെ ഇവിടെയുണ്ട്. ഇവിടെയുള്ള ആളുകളുടെ സുഹൃത്തുക്കളെയും ബന്ധുക്കളെയും ഒക്കെ ഇനിയും കണ്ടെത്താനുണ്ട് എന്നാണ് ഇവിടെയുള്ള ആളുകൾ നമ്മളോട് പ്രതികരിച്ചത്. കാരണം ഈ നദി ഇപ്പോഴും ഒരു ആശങ്കയായിട്ട് തന്നെ ഇവിടെ തുടരുകയാണ്. ഇനിയും ഈ നദി കരകവിഞ്ഞൊഴുകുകയാണെങ്കിൽ അത് വലിയ പ്രയാസം ഇവിടെയുള്ള ആളുകൾക്കുണ്ടാകും, വലിയ ദുരന്തം വീണ്ടും ഉണ്ടാകും. ഈ വെള്ളത്തിന്റെ ശക്തി കൂടി വരുന്നു എന്നുള്ളൊരു വിവരം ഇവർക്ക് ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ പ്രദേശത്തെ NDRF സംഘത്തെയും നേപ്പാൾ ഡിസാസ്റ്ററിന്റെ ആളുകളെയും ജീവനക്കാരെയും എല്ലാം ഇവിടെ ഇപ്പോൾ വിന്യസിച്ചിരിക്കുന്നത്. നമുക്ക് ദൃശ്യത്തിൽ കാണാം. അതിൻ്റെ ഒരു തീവ്രത നമുക്ക് ദൃശ്യത്തിൽ കാണാം. അത് എങ്ങനെ പറഞ്ഞറിയിക്കണമെന്നറിയില്ല അതിൻ്റെ തീവ്രത ഈ ദൃശ്യത്തിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം. തൃശ്ശൂർ നദി എന്നുള്ളതൊരു വലിയ കിലോമീറ്ററുകളോളം നീണ്ടു കിടക്കുന്ന ഒരു നദിയാണ്. ബോഷാഘോഷി നദിയോട് അടുത്ത് കിടക്കുന്ന ഒരു നദിയാണ്. ഇപ്പോൾ നമ്മൾ ഈ കാണുന്നത് ആ നദി നമുക്ക് കാണാം. പക്ഷെ ആ നദി കഴിഞ്ഞ ദിവസം കരകവിഞ്ഞൊഴുകിയ നദിയുടെ ഇരുവശങ്ങളും പൂർണ്ണമായും തകർത്തെറിഞ്ഞുകൊണ്ട് ഈ പ്രദേശത്തേക്ക് മുഴുവൻ വെള്ളം കയറി വരികയായിരുന്നു. ഇവിടെയുള്ള ക്ഷേത്രങ്ങൾ, വൃദ്ധസദനം, പോലീസ് സ്റ്റേഷനുകളെല്ലാം പൂർണ്ണമായും വെള്ളത്തിനടിയിലായ ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടത്. ആളുകൾ വലിയ ആശങ്കയിൽ ഇപ്പോഴും നിൽക്കുന്നു. ഈ പ്രദേശത്തെ പല ആളുകളെയും ഇതിനോടകം തന്നെ മാറ്റിയിട്ടുണ്ട്. നിരവധി ആളുകൾക്ക് പരിക്കേറ്റിരിക്കുന്നു. എത്ര ആളുകൾ മരിച്ചു എന്നുള്ള ഒരു കണക്ക് ഇപ്പോഴും സർക്കാരിന്റെ കയ്യിൽ കൃത്യമായിട്ടില്ല. കാരണം 300-ലധികം ആളുകൾ മരിച്ചു എന്ന് കഴിഞ്ഞ ദിവസം തന്നെ വിവരങ്ങൾ വന്നിരുന്നു. പിന്നീട് അത് 500-600 ഒക്കെ ആയിട്ട് വിവിധയിടങ്ങളിൽ വർദ്ധിക്കുന്നുണ്ട്. ഇവിടുത്തെ പ്രാദേശിക ആളുകളോട് സംസാരിക്കുമ്പോൾ മരണസംഖ്യ ഉയരും എന്നുള്ള വിവരങ്ങളൊക്കെ അവർ പങ്കുവെക്കുകയും ചെയ്യുന്നുണ്ട്. നിരവധി ആളുകളെ, ഏകദേശം 3000-ലധികം ആളുകളെ ഇനിയും കാണാനുണ്ട് എന്നാണ് ഇവിടുത്തെ ആളുകൾ പറയുന്നത്. അവർക്കായിട്ടുള്ള തിരച്ചിലുകൾ ഇപ്പോൾ വിവിധയിടങ്ങളിൽ നടത്തുകയാണ്. കാരണം റോഡും പാലങ്ങളും എല്ലാം പൂർണ്ണമായും തകർന്നതിന് ആ റോഡ് മാർഗം ആളുകളെ പുറത്തെത്തിക്കാനായിട്ട് സാധിക്കില്ല. പകരം ഹെലികോപ്റ്ററുകൾ ഉപയോഗിച്ചിട്ടുള്ള ഒരു രക്ഷാപ്രവർത്തനമാണ് ഇപ്പോൾ നടക്കുന്നത്. ഈ നേപ്പാളിന്റെ ആകാശത്ത് മുഴുവൻ ഹെലികോപ്റ്ററുകൾ വട്ടമിട്ട് പറക്കുകയാണ്. വീണ്ടും പ്രളയജലം നാവാൻകോട്ടിൽ നിന്നും ഒലിച്ചു വരുന്നുണ്ട് എന്നുള്ള വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഹെലികോപ്റ്ററുകൾ ഇപ്പോൾ വീണ്ടും ഇവിടെ നിരീക്ഷണം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ ഹെലികോപ്റ്റർ മുഖാനെയാണ് എല്ലാവരെയും സുരക്ഷിതമായിട്ട് എത്തിക്കാനുള്ള ഒരു നീക്കം നേപ്പാൾ സർക്കാരിന്റെ ഭാഗത്തു നിന്നുകൊണ്ട് ഉണ്ടാകുന്നത്. ഇന്ത്യയുടെ പൂർണ്ണ പിന്തുണ കൂടി നേപ്പാളിന് നൽകിയിട്ടുണ്ട്. ഇന്ത്യയുടെ വിമാനങ്ങൾ കൂടി രക്ഷാപ്രവർത്തനത്തിന്റെ ഭാഗമാകുന്നുണ്ട്. ആവശ്യമായിട്ടുള്ള ഭക്ഷ്യവസ്തുക്കൾ ഉൾപ്പെടെ മരുന്നുകൾ ഉൾപ്പെടെ ഇന്ത്യ പ്രത്യേക വിമാനത്തിൽ നേപ്പാളിൽ കഴിഞ്ഞ ദിവസം തന്നെ എത്തിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഒരു അറിയിപ്പ് ലഭിക്കുകയാണെങ്കിൽ NDRFന്റെ ഒരു പ്രത്യേക സംഘത്തെ UP-യിൽ നിന്നും ബീഹാറിൽ നിന്നും അയക്കുമെന്ന് NDRFന്റെ തലവൻ ഇപ്പോൾ അറിയിച്ചിട്ടുണ്ട്. അത്തരത്തിൽ ആശങ്കകൾ വിട്ടുമാറുന്നില്ല. കഴിഞ്ഞ 3 ദിവസമായി ആശങ്കയാണ്. തീ നിന്ന് ജീവിക്കുകയാണ് നേപ്പാളിലെ മനുഷ്യർ. അവരെ ഉറ്റവരെയും ഉടയവരെയും ഒന്നും ഇപ്പോഴും കണ്ടെത്താനായിട്ടില്ല. അവരെവിടെയാണെന്നറിയില്ല. അവരുമായി ബന്ധപ്പെടാൻ സാധിക്കില്ല. ടെലിഫോൺ കണക്ഷൻ ഇല്ല, വൈദ്യുതിയില്ല. വൈദ്യുതി നിലയങ്ങൾ പൂർണ്ണമായും തകർന്നടിയുന്നു. വെള്ളങ്ങൾ കൂടുതൽ ഇടങ്ങളിലേക്ക് കയറുന്നു. ഹിമപാതം വീണ്ടും അത് പൊട്ടിയിരിക്കുന്നു എന്നുള്ള വിവരങ്ങൾ ചൈനയിൽ നിന്നും നേപ്പാളിന് നൽകുന്നു. ഇത്തരത്തിൽ ആശങ്കയുടെ മണിക്കൂറുകളാണ് ഓരോ ദിവസവും കടന്നു പോകുന്നത്. കാണാതായവരെ, ഉറ്റവരെ എത്രയും വേഗം കണ്ടെത്തുക എന്നുള്ളതാണ് ഇവരുടെ ലക്ഷ്യം. അതോടൊപ്പം തന്നെ സുരക്ഷിതമായിട്ടുള്ള ഇടങ്ങളിലേക്ക് മാറി താമസിക്കാനുള്ള നിർദ്ദേശം നേപ്പാൾ സർക്കാർ ഇതിനോടകം തന്നെ അവർക്ക് നൽകിയിട്ടുണ്ട്. പല ആളുകളും അതായത് ഇതിന്റെ കുന്നിൻ പ്രദേശത്ത് താമസിക്കുന്ന ആളുകൾക്കാണ് ഏറ്റവും കൂടുതൽ പ്രളയം ബാധിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ആളുകൾ, കുട്ടികളും കുടുംബങ്ങളും ഒക്കെയായിട്ട് കാഠ്മണ്ഡു ഉൾപ്പെടെയുള്ള സുരക്ഷിത സ്ഥലങ്ങളിലേക്ക് ഇതിനോടകം തന്നെ മാറിയിട്ടുണ്ട്. ഇനിയൊരു പ്രളയം ഇനി വീണ്ടും ഒരു ആശങ്ക ഉണ്ടാക്കിക്കൊണ്ട് വലിയൊരു ഭീതി ഇവിടെ
നിലനിൽക്കുന്നുണ്ട്. അത് ഹിമപാതം പൊട്ടി എന്നുള്ളൊരു വിവരം ചൈന തന്നെ നേപ്പാളിൽ നൽകിയിരിക്കുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ അങ്ങനെയെങ്കിൽ കഴിഞ്ഞ ദിവസം സംഭവിച്ചതിന് സമാനമായ രീതിയിൽ ബോട്ടാഘോഷി നദിയിൽ നിന്നും വീണ്ടും ഹിമപാതം ഒഴുകി വലിയ വെള്ളമായിട്ട് അത് തൃശ്ശൂലിലേക്ക് വരും. തൃശ്ശൂലി നദിയിൽ നിന്ന് വീണ്ടും ഈ പറയുന്ന പ്രദേശത്തേക്കുള്ള എല്ലാ ചെറുനദികളിലേക്കും പോയത് വലിയ ദുരന്തമുണ്ടാക്കാനുള്ള ഒരു സാധ്യതയുണ്ട്. അതുകൊണ്ട് ആളുകൾ വലിയ ഭീതിയിലാണ്. ജാഗ്രതാ നിർദ്ദേശം സർക്കാർ നൽകിയിട്ടുണ്ട്. എന്നാലും എന്ത് ചെയ്യണമെന്ന് ഇവിടെയുള്ള സാധാരണക്കാർക്ക് അറിയില്ല. എങ്ങോട്ട് പോയി മാറി താമസിക്കണമെന്നറിയില്ല. ഇവിടെയുള്ള സ്കൂളുകളും കോളേജുകളും എല്ലാം സർക്കാർ സ്ഥാപനങ്ങളും എല്ലാം ഇപ്പോൾ ദുരിതാശ്വാസ ക്യാമ്പുകളായി പ്രവർത്തിക്കുകയാണ്. അവിടങ്ങളിലേക്ക് നിരവധി ആളുകൾ മാറി താമസിക്കുന്നുണ്ട്. എന്നാലും ഇനിയും അതെല്ലാം നിറഞ്ഞിരിക്കുകയാണ്. ഹെലികോപ്റ്റർ മാർഗം രക്ഷപ്പെടുത്തി കൊണ്ടുവരുന്ന ആളുകളെ എല്ലാവരെയും ഈ ദുരിതാശ്വാസ ക്യാമ്പിൽ കൊണ്ടുവന്ന ഒരു പ്രാഥമിക ചികിത്സ നൽകുകയാണ്. അതിനുശേഷമാണ് അവരുടെ സുരക്ഷിത കേന്ദ്രങ്ങളിലേക്ക് മാറ്റുന്നത്. ആളുകൾ തീ നിന്ന് ആശങ്കയുടെ മണിക്കൂറുകളിലൂടെയാണ് കടന്നു പോകുന്നത്. ഇനിയും ഒരു ദുരന്തം കഴിഞ്ഞ ദിവസത്തിന് സമാനമായി ഉണ്ടാവുകയാണെങ്കിൽ അതിനെ എങ്ങനെയാണ് നേരിടേണ്ടെന്നത് ഇവിടുത്തെ സാധാരണക്കാരായ മനുഷ്യർക്ക് അറിയില്ല. അതുകൊണ്ടാണ് അവരെല്ലാവരും ഇങ്ങനെ ഈ റോഡരികിൽ ഇങ്ങനെ ആശങ്കയോടുകൂടി കാത്തു നിൽക്കുകയാണ്. കുട്ടികളുണ്ട്, മുതിർന്നവരുണ്ട്, എല്ലാവരും ആശങ്കയോടുകൂടി കാത്തു നിൽക്കുകയാണ്. NDRFിൻ്റെ സംഘം ഉൾപ്പെടെ ഇവിടെയുണ്ട്. ഡിസാസ്റ്റർ റെസ്ക്യൂ ഓപ്പറേഷൻ്റെ ആളുകൾ ഉൾപ്പെടെ അവരെയും ഇവിടെ ഈ പ്രദേശത്ത് വിന്യസിച്ചിട്ടുണ്ട്. ഏത് അടിയന്തര ഘട്ടത്തെയും നേരിടാൻ തയ്യാറാണെന്ന് നേപ്പാൾ സർക്കാർ അറിയിച്ചിട്ടുണ്ട്. ഇന്ത്യയുടെ പൂർണ്ണ പിന്തുണ കൂടി നേപ്പാളിന് ലഭിച്ചു. അതുകൊണ്ട് കൃത്യമായിട്ടുള്ള ഒരു ഏകീകരണത്തോടു കൂടിയുള്ള രക്ഷാപ്രവർത്തനം പുലരുകയാണ്. ഇന്ത്യക്കാരെയും ഇനിയിപ്പോൾ കാണാനുണ്ട്. അവരെ കണ്ടെത്താനുള്ള ശ്രമങ്ങൾ കൂടി ഇപ്പോൾ സർക്കാരിന്റെ ഭാഗത്തുനിന്നുകൊണ്ട് ഉണ്ടാകുന്നുണ്ട്.